ഞാൻ നിങ്ങളോടൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഈ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോഴത്തെ CPM അപ്ഡേറ്റ് നിങ്ങൾക്കറിയാലോ, നല്ല രീതിയിൽ ഇതുണ്ട്, ബഗ്ഗുണ്ട്. നല്ല രീതിയിൽ പറഞ്ഞാൽ നല്ല രീതിയിലാണ് ബഗ് ഉള്ളത്. അതായത് എന്താ സംഭവം എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ബഗ്ഗുണ്ട്. ഈ ഗെയിം ഉണ്ടാക്കിയവരെന്ന് പറഞ്ഞിട്ടുണ്ട് നല്ല രീതിയിൽ ബഗ്ഗുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാൻ. പക്ഷേ എനിക്ക് നടന്നൊരു കാര്യമാണ്. ഇത് ബഗ്ഗാണോ എന്നറിയില്ല. എന്തായാലും എനിക്ക് നടന്ന മാതിരി നിങ്ങൾക്ക് നടക്കാതിരിക്കാൻ വേണ്ടി ഞാൻ പറയുന്നത്. ഇന്നലെ ഒരു ഉച്ചക്ക് ഞാൻ അക്കൗണ്ടിൽ കയറി. അപ്പോൾ എൻ്റെ കയ്യിൽ കാറൊന്നുമില്ല, എൻ്റെ BM ഒന്നും കാണാനില്ല. പക്ഷെ ഇതെന്താ കാര്യമൊന്നും എനിക്ക് മനസ്സിലായില്ല. എൻ്റെ BM ഒന്നും കാണാനില്ല. എന്തോ സംഭവം ഒന്നും എനിക്കറിയില്ല. പിന്നെ ക്യാഷും ഇല്ല, കോയിൻസും ഇല്ല. ഇതൊന്നും എൻ്റെ കയ്യിലില്ല. അങ്ങനെ എനിക്ക് എന്താ കാര്യം മനസ്സിലാവണില്ല. അങ്ങനെ കുറേ കഴിഞ്ഞപ്പം പെട്ടെന്ന് മനസ്സിലായി എന്താ സംഭവമെന്ന്. അക്കൗണ്ട് ഹാക്കായി പോയതായിരുന്നു. പക്ഷെ അത്ര ഉറപ്പിച്ച് പറയാനും കഴിയില്ല അക്കൗണ്ട് ഹാക്കായതാണെന്ന്. സോ ഞാൻ എൻ്റെ കുറേ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞു. അവർക്ക് CPM കൂടുതലെങ്കിലും അറിയാം. പക്ഷെ അവർക്കും ഇതാ ഫസ്റ്റ് ടൈം ആയതുകൊണ്ടെന്ന് അറിയില്ല. പിന്നെ കുറേ പേരോടൊക്കെ ഞാൻ ചോദിച്ചു, നമ്മളെ സബ്സ്ക്രൈബേഴ്സിനോടൊക്കെ ചോദിച്ചു. പക്ഷെ അവർക്കൊന്നും ഈ കാര്യം അറിയില്ല. അങ്ങനെ അവസാനം ഞാൻ പുതിയൊരു അക്കൗണ്ട് ഉണ്ടാക്കേണ്ട വരും എന്നൊക്കെ വിചാരിച്ചു. എനിക്ക് രാത്രിയായപ്പോൾ നല്ലൊരു വിഷമം ഉണ്ടായിരുന്നു. കാരണം എൻ്റെ അക്കൗണ്ട് ഞാൻ അത്രയും നല്ല വളർത്തിയൊരു അക്കൗണ്ട് ആയിരുന്നു അത്. അത്യാവശ്യം കളക്ഷനൊന്നും ഇല്ലെങ്കിലും ഞാൻ ആ ഒരു അക്കൗണ്ടിൽ നല്ല ഇത് ശ്രമിച്ചിട്ടുണ്ട്. നല്ലോണം എന്താ ഇപ്പം പറയുക, നല്ല ഗെയിംസൊക്കെ കളിച്ച് നല്ല ടാസ്കൊക്കെ കംപ്ലീറ്റ് ചെയ്ത് ഞാൻ ആ ഒരു ഇതിലായിരുന്നു. കുറേ ദിവസം ഞാൻ ആ ഒരു അക്കൗണ്ടിലായിരുന്നു കളിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഇപ്പം അക്കൗണ്ടൊക്കെ തിരിച്ചു കിട്ടി. അക്കൗണ്ട് എന്തായതെന്ന് പറഞ്ഞു വന്നാൽ, സോ എനിക്ക് അക്കൗണ്ട് പിന്നെ രാവിലെയാണ് തിരിച്ച് കിട്ടിയത്. ഞാൻ രാവിലെ അക്കൗണ്ട് മാറ്റാൻ വേണ്ടി വേറെ അക്കൗണ്ട് തുടങ്ങാൻ വേണ്ടി കയറിയപ്പോഴായിരുന്നു എനിക്ക് കാറുകളൊക്കെ കിട്ടിയത്. അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. നോട്ടിഫിക്കേഷനിൽ പറഞ്ഞത് യുവർ അക്കൗണ്ട് ഹാക്കഡായി പോയെന്നാണ്. പക്ഷേ ഹാക്കായി പോയിട്ട് എനിക്ക് അക്കൗണ്ട് തിരിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വേറെ നോട്ടീസ് വന്ന് ഇതൊരു ബഗ്ഗാണെന്ന്. അപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത്. പക്ഷെ ഈ ഒരു നോട്ടീസിൽ ഉറപ്പിച്ച് ഒരു പറഞ്ഞില്ല ഇത് ബഗ്ഗാണെന്ന്. ഒരു പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ഈസ് ബഗ് അങ്ങനെ എന്താണെന്ന് പറഞ്ഞത്. അങ്ങനെ ഫുള്ളായിട്ട് ഒരു കറക്റ്റ് പറഞ്ഞില്ല. എന്ന് വെച്ചാൽ അത് ബഗ്ഗാണെന്ന് ഈ ഗെയിം ഉണ്ടാക്കിയവർക്കൊന്നും മനസ്സിലായില്ല ഇതെന്താ സംഭവം എന്ന്. ആദ്യം എൻ്റെ അക്കൗണ്ട് പോയത് ഞാനും ഈ ഗെയിം ഉണ്ടാക്കിയവർ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. പിന്നെ മനസ്സിലായി എങ്ങനെയാണ് പോയതെന്നൊക്കെ. അത് സംഭവം വേറെ ഒന്നുമല്ല, നമ്മളെ അക്കൗണ്ട് ആരും ഹാക്ക് ചെയ്തതാണ്. ഹാക്ക് ചെയ്തല്ല, ഹാക്ക് ചെയ്യാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. എന്നെ അറിയണ ഒരാളാണ്. എനിക്ക് ഓനെ അറിയാം, ഓനെ എന്നെ അറിയാം. അങ്ങനത്തെ ഒരാളാണ്. എന്താണ് ഓൻ്റെ റൗഡി അങ്ങനെ എന്താണ് ഓൻ്റെ അക്കൗണ്ടിൻ്റെ പേര്. ഇപ്പോൾ ആ ഒരു അക്കൗണ്ട് ഞാൻ റിപ്പോർട്ട് അടിച്ച് ബാനായിട്ടുണ്ട്. ആക്ച്വലി ഓൻ എൻ്റെ അക്കൗണ്ട് ഹാക്ക് ചെയ്യാൻ നോക്കിയതാണ്. എൻ്റെ കാറും ക്യാഷും കോയിൻസൊക്കെ എടുക്കാൻ നോക്കിയതാണ്. പക്ഷെ കഴിഞ്ഞില്ല, ആൾക്ക് പറ്റിയില്ല. എന്താണ് അവൻ്റെ കയ്യിൽ നിന്ന് പെട്ടെന്ന് പോയി. അതിൽ അവനെന്തോ പിടിച്ച് നിൽക്കിയതായിരുന്നു. പിന്നെ അക്കൗണ്ട് ഇങ്ങനെയായി. സോ ഇത് അവൻ്റെ ഭാഗത്തും അല്ല തെറ്റ്, ഇത് ഗെയിമത്തെ ബഗ്ഗാണ് എനിക്കിങ്ങനെ സംഭവിക്കാൻ കാരണം. അപ്പം അക്കൗണ്ടൊക്കെ തിരിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ വീഡിയോസ് ഇടുന്നേക്ക്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കയ്യിലുണ്ടായിരുന്ന ക്യാഷ് പോയി, എൻ്റെ കോയിൻസും പോയി. പിന്നെ എൻ്റെ BM, ഞാൻ ഇതിന് മുമ്പ് ഒരു GTA ഗെയിം എന്ന് പറഞ്ഞ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ എൻ്റെ BM ആയിട്ട് ഓൺലൈനിൽ പോയപ്പോൾ പെട്ടെന്ന് BM ഒരുത്തന് കൊടുത്ത്. അത് കഴിഞ്ഞ് കളിച്ചൊക്കെ ഉണ്ടാക്കി എൻ്റെ പുതിയൊരു BM M5 വാങ്ങി. പിന്നെ അങ്ങനെ കുറേ വണ്ടി വാങ്ങിയത്, ഒരു സിവിക്കും വാങ്ങി. ഇപ്പം എൻ്റെ ഒരു സിവിക്കും ഇല്ല, BM ഇല്ല. പിന്നെ ട്രക്ക് മാരത്തൊരു വണ്ടി ഉണ്ടായിരുന്നു, അത് ഞങ്ങളൊരു ഗ്യാങ് വണ്ടിയായിരുന്നു. അത് ഞാൻ ഈ വീഡിയോയിൽ ഇതുവരെയായിട്ട് കാണിച്ചിട്ടില്ല, കാണിക്കണം വിചാരിച്ച് നിൽക്കുന്നു. സോ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഉച്ചക്ക് അതിനായിരുന്നു പോയത്. ആ വീഡിയോയിൽ അത് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് പോയതാണ്, പക്ഷേ നടന്നില്ല. ആ കാറൊക്കെ പോയി. അപ്പം ഈ കാർ ഇപ്പോൾ ആർക്കും കിട്ടിയിട്ടില്ല. ഈ 3 കാറുകളൊന്നും ആർക്കും കിട്ടിയിട്ടില്ല.
ക്യാഷും ആർക്കൊന്നും കിട്ടിയിട്ടില്ല. ഇത് ബഗ്ഗിൽ പോയതാണ്. അപ്പോൾ എനിക്കിപ്പോൾ നല്ല വിഷമമായത് ഞങ്ങൾ ആ ഒരു ട്രക്കെന്ന് പറയാൻ പറ്റില്ല, അങ്ങനെ ട്രക്കെന്ന് കാര്യമായിട്ട് പറയാൻ പറ്റില്ല ഗൈസ്. ഒരു വാനുമായിരുന്ന സംഭവം. പക്ഷെ അതിന് ഞാൻ നല്ലോണം മോഡിഫൈ ചെയ്തിട്ടുണ്ട്. അത് സത്യം പറഞ്ഞാൽ നല്ലോണം മോഡിഫൈ ചെയ്തിട്ടുണ്ട്. ഞാനും എൻ്റെ കുറേ ഫ്രണ്ട്സ് ഇവരൊക്കെ കൂടിയാണ് ഞങ്ങളത് മോഡിഫൈ ചെയ്തത്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക. സോ നിങ്ങളുടെ അക്കൗണ്ട് ഈ ഒരു പ്രാവശ്യം നിങ്ങളുടെ അക്കൗണ്ട് ആർക്കും കൊടുക്കാൻ നിൽക്കണ്ട. നിങ്ങളുടെ അക്കൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കിട്ടുപോലും ഇല്ല. കാരണം അത് അവരെ തെറ്റല്ല, അക്കൗണ്ട് കൊടുക്കണോണ്ട് അവരെ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷേ ഇപ്പോഴത്തെ ഈ ബഗ്ഗിൽ ചിലപ്പോൾ രണ്ടാൾ ഒരുമിച്ച് കയറി അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം മതി അക്കൗണ്ട് ഒന്നായിട്ട് പോകും. പക്ഷെ എൻ്റെ കയ്യിൽ കാര്യമായിട്ട് ഒരു ഭാഗ്യം കൊണ്ട് അതൊന്നും നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ അക്കൗണ്ടിലേക്ക് തിരിച്ചു കിട്ടി. പക്ഷെ നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ തിരിച്ചു പോലും കിട്ടില്ല അക്കൗണ്ട്. അപ്പം മാക്സിമം എല്ലാവരും ആലോചിക്കുക. എന്തായാലും നമ്മൾ ഈ ഒരു അപ്ഡേറ്റ് കഴിയണ വരെ ബഗ്ഗുകൾ ഉണ്ടാവും. അപ്പോൾ ഈ അപ്ഡേറ്റ് കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവില്ല എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ക്ലിയറായിട്ട് അറിയില്ല ആക്ച്വലി. അപ്പം പിന്നെ ഇതിനെ പറ്റിയൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നവാൻ ബ്രോ. എല്ലാവർക്കും അറിയണ ഒരു CPM പ്ലെയറാണ് നവാൻ വൈറ്റി. ഇതിനെ പറ്റിയൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു നവാൻ ബ്രോ. അപ്പോൾ നവാൻ ബ്രോ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കിത് വരാതിരിക്കാൻ നോക്കുക. പക്ഷെ ഞാനതൊന്ന് ചെറുതാക്കി കളഞ്ഞു, വേറൊന്നുമല്ല. നവാൻ ബ്രോ പറഞ്ഞൊക്കെ ഞാൻ സീരിയസ് ആക്കി എടുക്കും. അതിൽ ചില കാര്യങ്ങളൊക്കെ നടന്നിട്ടുമുണ്ട് എനിക്ക്. പക്ഷേ ഇത്രയും ദിവസമായിട്ട് ഈ അപ്ഡേറ്റിൽ എനിക്കൊന്നും പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഇനി പറ്റില്ല എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ അങ്ങനെയല്ല, പറ്റി. അത് പറഞ്ഞു കഴിഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞപ്പോൾ അക്കൗണ്ട് പോയി. പിന്നെ ഇന്നാണ് ഞാൻ വീഡിയോ ഇടുന്നത്. അപ്പോൾ എല്ലാവരും മാക്സിമം വീഡിയോ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. CPM കളിക്കുന്ന പ്ലേയേഴ്സിന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഫ്രണ്ട്സ് ആരാവട്ടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഈ അപ്ഡേറ്റ് അത്രയും പ്രശ്നമാണ്. നമ്മൾ CPM ഇതുവരെയായിട്ടും ഉണ്ടാവാത്തൊരു കാര്യമാണ് ഇപ്പോൾ നമ്മളെ CPM വന്നത്. ഇതെങ്ങനെയാണ് ഇനി പോകുക എന്നൊന്നും അറിയില്ല. സോ പിന്നെ അടുത്ത അപ്ഡേറ്റിൽ ഈ ഒരു ബഗ്ഗ് പോകുമെന്ന് പറയാനും പറ്റില്ല. കാരണം ഈ ഒരു ബഗ്ഗ് അവർക്ക് പോക്കാൻ കഴിയുന്നില്ല എന്നാണ് വേറെ റിപ്പോർട്ട് കിട്ടിയത്. സോ യൂട്യൂബ് ചാനൽ, നമ്മൾ കാർ പാർക്കിംഗ് മൾട്ടിപ്ലെയർ ഉണ്ടാക്കിയ യൂട്യൂബ് ചാനൽ, കാർ പാർക്കിംഗ് മൾട്ടിപ്ലെയർ ഗെയിം ഉണ്ടാക്കിയവരെ യൂട്യൂബ് ചാനൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ബഗ്ഗ് എങ്ങനെ പോക്കണ്ടേ ഞങ്ങൾക്ക് ഇതുവരെയായിട്ട് കിട്ടിയിട്ടില്ല എന്ന്. സോ ഇത് ഓരോ കയ്യിൽ നിന്നും ബഗ്ഗ് വന്നതല്ല, ഇതെന്ത് ഗെയിമിൻ്റെ ഇഷ്യൂ ആണ്. അപ്പോൾ എല്ലാവരും ഇനി ഗെയിം കളിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ വെറുതെ അക്കൗണ്ട് പോകാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ മാക്സിമം എല്ലാവരും, കുറേ പേരൊക്കെ CPM നല്ല ലവ് ചെയ്ത് കളിക്കുന്നുണ്ട്. CPM കുറേ 24 മണിക്കൂറൊക്കെ കളിക്കുന്ന പ്ലേയേഴ്സ് ഉണ്ട്. അപ്പോൾ അവർക്കൊന്ന് ഷെയർ ചെയ്യാം. നിങ്ങൾ ഈ ഒരു അപ്ഡേറ്റിൽ എന്തായാലും അത്രയ്ക്ക് കളിക്കാതെ ഇരിക്കണതാണ് നല്ലത്. സോ കളിക്കേണ്ടതെന്ന് ഞാൻ പറയുന്നില്ല. നമ്മൾ കൂടുതൽ കളിച്ചൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അക്കൗണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. ആരും നമ്മളെ സഹായിക്കാൻ ഉണ്ടാവില്ല. ഇപ്പോൾ എനിക്ക് ഈ അക്കൗണ്ട് തിരിച്ച് കിട്ടാൻ തന്ന കാരണം എൻ്റെ കുറച്ച് സബ്സ്ക്രൈബേഴ്സാണ്. അവർ കുറച്ച് ടിപ്സ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു ടിപ്സ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ആ ടിപ്സ് ലാപ്ടോപ്പ് വഴി ചെയ്യുന്നൊരു ഇതാണ്. സോ നിങ്ങളൊരു മൊബൈൽ പ്ലെയർ ആയതുകൊണ്ടാണ്. നിങ്ങളൊരു ലാപ്ടോപ്പ് വെച്ചിട്ട് നിങ്ങൾ CPM കളിക്കുന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ ആ ടിപ്സ് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് അനുഭവം വരാതിരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇതേപോലത്തെ കൂടുതൽ വീഡിയോസിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ ഒന്ന് ലൈക്കും കൂടി ചെയ്യാം. അപ്പോൾ അടുത്തൊരു വീഡിയോ വരെ എല്ലാവർക്കും ബൈ.